വടകര കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം ഇന്നാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ വടകരയിലാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്യും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ അബിൻ വർക്കി, OJ ജനീഷ്, KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. വിവരങ്ങളുമായി ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നു. ദീപക് മലയമ്മ, ഇന്നലെ നിയമസഭയിൽ ചൂടേറിയ ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. വെരി ഗുഡ് മോർണിംഗ്. ആ ചർച്ചയിൽ പാർട്ടിയോ സർക്കാരോ ഈ കാഫിർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തുറന്നങ്ങോട്ട് പറയുന്നില്ല. ഉദാഹരണത്തിന് FIR ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം FIRന്റെ കാര്യം പറയുന്നില്ല, പക്ഷേ പിന്നീട് FIR ഇട്ട കാര്യം പറയുന്നു, FIRന്റെ നമ്പർ പറയുന്നു. പക്ഷേ പിന്നീട് ഈ കാഫിർ വിഷയത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി കോൺഗ്രസിൽ നിന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡ് വിഷയങ്ങളടക്കം കോൺഗ്രസ് സൃഷ്ടിച്ചിരിക്കുന്ന വിവാദങ്ങളിലേക്ക് കടക്കുകയായിരുന്നു ഇന്നലെ നിയമസഭ ചെയ്തത്. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണോ ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഈ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കിയത്, വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത്, KK ലതിക അടക്കമുള്ളവർക്കെതിരെ നടപടി എടുക്കുന്നത് വരെ യൂത്ത് കോൺഗ്രസ് സമരത്തിലേക്ക് പോകാനാണോ തീരുമാനം? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇന്നലെ നിയമസഭയിൽ ഉണ്ടായതിൻ്റെ അനുരണനം എന്നുള്ള നിലയ്ക്കുള്ള സമരമല്ല. കഴിഞ്ഞ 27-ാം തീയതി നിശ്ചയിച്ച സമരപരിപാടി 29ലേക്ക് മാറി എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഉപവാസ സമരം വടകരയിൽ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് DCC അധ്യക്ഷനായിരിക്കും ഉദ്ഘാടകനായി എത്തുക എന്നുള്ളതുമാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM കടുത്ത പ്രതിരോധത്തിലാണ് എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായി. അതിനുശേഷം വടകരയിൽ മതസാമുദായിക മേഖലകളിലൊക്കെ തന്നെ ഇത് വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തു. അപ്പോഴൊക്കെ PK മുഹമ്മദ് ഖാസിം എന്ന് പറയുന്ന യൂത്ത് ലീഗ് പ്രവർത്തകൻ്റെ തലയിലേക്ക് ഈ ഒരു കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ എല്ലാ ബാധ്യതകളും ഏറ്റിവെക്കുകയായിരുന്നു CPM. എന്നാൽ ഏറ്റവും ഒടുവിൽ പോലീസ് തന്നെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി മുഹമ്മദ് ഖാസിം അല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച്. അങ്ങനെ ഖാസിം തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് ആരാണ് ഇത് ചെയ്തത് എന്നുള്ളതിൽ വ്യക്തത വരുത്തണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഈ കാര്യത്തിൽ ഇപ്പോഴും ഒരു ഒളിച്ചുകളി തുടരുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പോലീസ് പറയുന്നത് ഫേസ്ബുക്കിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിരീക്ഷണങ്ങൾ അടങ്ങിയ അവരുടെ വിവരം ലഭ്യമായെങ്കിൽ മാത്രമേ തുടർ നടപടികൾ സാധ്യമാകൂ എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ 2ാം പ്രതി ചേർത്തുകൊണ്ട് വടകര പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ നിയമസഭയിലേക്ക് ഈ വിഷയം വരികയും വലിയ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോവുകയും മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞ മന്ത്രി MB രാജേഷ് പറഞ്ഞത് 2 FIRകൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും പ്രധാന ചോദ്യമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നത് KK ലതിക മുൻ MLA ആണ്. അവർ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് പങ്കുവെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് കേസെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് KK ലതിക ഫേസ്ബുക്കിൽ നിന്ന് ആ പോസ്റ്റ് പിൻവലിക്കുന്ന സാഹചര്യവും ഉണ്ടായത്. അതിന് കൃത്യമായ ഒരു മറുപടി MB രാജേഷ് നൽകുന്നത് അല്പമെങ്കിലും തമാശയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അത് വർഗീയതയ്ക്ക് എതിരായ പോസ്റ്റാണ് KK ലതിക ഇട്ടത് എന്നുള്ളതായിരുന്നു MB രാജേഷിൻ്റെ മറുപടിയായി ഇന്നലെ സഭയിൽ വന്നിട്ടുള്ളത്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പൂർണ്ണമായും ഒരു പരിചയ തീർത്തുകൊണ്ടാണ് CPIM മുന്നോട്ട് പോകുന്നത്. CPIMനെ സംബന്ധിച്ച് ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ ഒളിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ചില സംശയങ്ങൾ ആ തരത്തിലുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയും ചെയ്യും. ഇനിയിപ്പോൾ ഈ സമരപരിപാടിയിലേക്ക് വരികയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് യൂത്ത് ലീഗിനെയൊക്കെ സംബന്ധിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രയോഗം തങ്ങളുടെ ഭാഗത്തു നിന്നല്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസ് കോടതിയിൽ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കൂടി നൽകിയ പശ്ചാത്തലത്തിൽ കൃത്യമായി ആരാണ് ഇത് ചെയ്തത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നുള്ളതാണ് ആവശ്യം. രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഇപ്പോഴും കത്തിച്ചു നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ സമരം. യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള OJ ജനീഷ്, ഒപ്പം തന്നെ അബിൻ വർക്കി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ സമരത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും പോകുമോ എന്നുള്ള തെരഞ്ഞെടുപ്പ് വരെ നീളും ഈ സ്ക്രീൻഷോട്ട് വിവാദം എന്നാണ്. അതിനുള്ള സാധ്യതയാണോ നമ്മൾ കാണുന്നത്? കാരണം എന്തായാലും KK ലതികയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. ഇന്നലെ തന്നെ KK ലതികയുടെ പോസ്റ്റ് MB രാജേഷ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് വേണ്ടിയിട്ട് നിയമസഭയിൽ വായിച്ചിരുന്നു. അത് വർഗീയതയ്ക്കെതിരെയുള്ള പോസ്റ്റ് എന്ന നിലപാടാണ് സർക്കാർ എടുത്തത്. അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് സർക്കാർ ഈ നിലപാടെടുത്തതിന് പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം വരുന്ന തിരഞ്ഞെടുപ്പ് വരെ കത്തിച്ചു നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ടോ എന്നതാണ് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത്. ദീപക്.
ആ ചോദ്യം ന്യായമായി നമുക്കും അങ്ങനെ തോന്നിപ്പോകും. കാരണം പോലീസും ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന സമീപനം അത്തരത്തിൽ തന്നെയാണ്. കെ ലതിക ഈ പോസ്റ്റ് വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ഫേസ്ബുക്കിൽ വീണ്ടും സൂക്ഷിക്കുന്നതെന്നുള്ള അടക്കം പരാതികൾ രംഗത്തേക്ക് വന്നപ്പോഴും ലതികയ്ക്കെതിരെ കേസെടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വരുന്ന ദിനങ്ങളിൽ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് കൃത്യമായി വടകരയിൽ ഒരു തുറുപ്പുചീട്ടാക്കി മാറ്റാവുന്നതും മുന്നോട്ട് കൊണ്ടുപോകാവുന്നതുമായ ഒരു പ്രചരണം തന്നെയായിരിക്കും ഈ സ്ക്രീൻഷോട്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമപ്രശ്നങ്ങളും എന്നുള്ളതാണ്. കാരണം ഇനി വരും ദിവസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കത്തിലേക്ക് പോവുകയാണ്. ഒപ്പം തന്നെ വയനാട്, പാലക്കാട്, ചേലക്കര ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെയൊക്കെ ഉപതെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ആ സമയത്തൊക്കെ തന്നെ ഒരു ചോദ്യം, പ്രഹേളിക എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യ ചിഹ്നമായിട്ട് അവിടെ നിലനിർത്താൻ പറ്റുന്ന ഒരു ഘടകം എന്നുള്ള നിലയ്ക്ക് തന്നെ അതിനെ അതേ അർത്ഥത്തിൽ ചൂടോടുകൂടി കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യം പ്രതിപക്ഷത്തെ സംബന്ധിച്ചുണ്ട്. പക്ഷേ അതിനെ എങ്ങനെ മറുപടി നൽകി അത് ആ പ്രശ്നം പരിഹരിക്കുമെന്നുള്ള ചോദ്യം ഒരേ സമയം തന്നെ CPM മുൻവശത്തും നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നേരത്തെ ആ കമന്റിൽ വന്നതുപോലെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് വരെ സ്വാഭാവികമായും ഇത് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ തർക്കവും ഇല്ലാരും. ഓക്കെ, ദീപക്കാണ് വടകരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.